ഹായ് ആപ്റ്റിവൻ. അപ്പോൾ ഇന്ന് നമ്മൾ സിറിയ കി ബേട്ടി എന്നുള്ള സംസ്മരണാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സംസ്മരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മക്കുറിപ്പ് എന്നാണ് അർത്ഥം. സിറിയ കി ബേട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സിറിയയുടെ പുത്രി എന്നാണ്. ഓഥറിൻ്റെ പേര് മാത്രേയി കുൽക്കർണി എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ടർക്കി കാ വ എയർപോർട്ട് ടസാടസ് ഥ. ടസാടസ് എന്ന് പറഞ്ഞാൽ തിങ്ങി നിറഞ്ഞ, അപ്പോൾ ഒരുപാട് ആളുകൾ നിറഞ്ഞ ഒരു എയർപോർട്ടായിരുന്നു ടർക്കിയിലെ ആ ഒരു എയർപോർട്ട് എന്നാണ് പറയുന്നത്. इसी भीड़ में मैं फ्लाइट के इंतज़ार में 6-7 घंटे बिता चुकी थी. इसी भीड़ में എന്ന് വെച്ചാൽ ഇതേ തിരക്കിൽ ഞാൻ ഫ്ലൈറ്റ് ഇന്തസാർ മേ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് 6-7 घंटे 6-7 घंटा എന്ന് വെച്ചാൽ മണിക്കൂർ ബിതാ ചുക്കി ഥി ചിലവഴിച്ച് കഴിഞ്ഞിരുന്നു. മുझे समझ आने लगा था എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയിരുന്നു. कि जगह तो इस फ्लाइट में भी नहीं मिलने वाली है. അതായത് ഈ ഫ്ലൈറ്റിലും എനിക്കിനി പോകാനായിട്ടുള്ള സ്ഥലം കിട്ടില്ല, അതായത് അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും കിട്ടില്ല, അതിന് പോകാൻ വേണ്ടി പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയിരുന്നു അവിടെ കുറച്ച് സമയം തിരക്കിൻ്റെ ഇടയിൽ വെയിറ്റ് ചെയ്തപ്പോൾ എന്നാണ് പറയുന്നത്. ഓർ അഗ്ലി ഫ്ലൈറ്റ് 24 घंटे बाद मिलेगी. അടുത്ത ഫ്ലൈറ്റ്, അഗ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റ് 24 घंटे അതായത് 24 മണിക്കൂറിന് ശേഷമാണ് കിട്ടുക അല്ലെങ്കിൽ വരിക. ഇസ് ഫ്ലൈറ്റ് മേ പെഹലെ സെ ഹി കുച്ച് ന കുച്ച് അഡ്ചനെ ആ രഹി ഥി. ഈ ഫ്ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ ആദ്യം മുതലേ തന്നെ കുറച്ച് അഡ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സം വന്നുകൊണ്ടേയിരുന്നു. ടർക്കി ആനെ ജാനെ മേ 9-10 घंटे लगते हैं. ടർക്കിയിലേക്ക് വരാനും പോകാനും ഒക്കെ ആയിട്ട് ഒരു 9-10 മണിക്കൂറാണ് സാധാരണയായിട്ട് എടുക്കുന്നത്. ഇസ് ബാർ പൂര ഏക് ദിൻ ലഗ് ഗയാ ഥ. അപ്പോൾ ഇപ്രാവശ്യമാണെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു പോവാനായിട്ട്. മേരെ പൂരെ ശരീർ മേ ടൂട്ടൻ ഥി. ടൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ്, അതാണ് പറയുന്നത്. ഒരു ക്ഷീണം പോലെ, ഒരു തളർച്ച പോലെ ഉണ്ടായിരുന്നു എൻ്റെ ശരീരത്തിൽ മുഴുവൻ. അക്കഡ് ഗയാഥ. അക്കഡ് ജാന എന്ന് വെച്ചാൽ മസിൽസിനൊക്കെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കുക. നമുക്കിങ്ങനെ കുറേ സമയം ഇരിക്കുക, അങ്ങനെ ഇരുന്നൊരു ചടപ്പ് വരില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. മസിൽസൊക്കെ ഇങ്ങനെ സ്റ്റിഫായി പോയിരുന്നു, അതാണ് അക്കഡ് ഗയാഥ എന്ന് പറയുന്നത്. ഏക് അനിശ്ചിതത ബനി ഹുയി ഥി. ഒരു അനിശ്ചിതത എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വം, അതായത് എന്താണ് ഇനി മുന്നോട്ട് എന്ന് അറിയാത്ത ഒരു അൺസർട്ടണിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു, അതാണ് അനിശ്ചിതത എന്ന് പറയുന്നത്. ഇസിനെ ഥക്കാൻ കോ ഓർ ബഡാ ദിയാ ഥ. അപ്പം ഈ അനിശ്ചിതത്വവും അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതൊക്കെ എന്താണ്? ഥക്കാൻ എന്ന ക്ഷീണം, എൻ്റെ ക്ഷീണം കൂട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. അജബ് സി ബോരിയത്ത് നെ മുझे ഘേർ ലിയാ ഥ. അജബ് എന്ന് വെച്ചാൽ വിചിത്രമായ, ബോരിയത്ത് എന്ന് വെച്ചാൽ ബോർഡം, അതായത് കുറേ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മടുപ്പ് വന്നിട്ട് ഇരിക്കുമായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഘേർ ലേന എന്ന് വെച്ചാൽ വലയം ചെയ്യുക. അപ്പം ഒരു വിചിത്രമായൊരു ബോർഡം എന്നെ വലയം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഊപ്പർ സെ വിമാൻ ലേറ്റ് പർ ലേറ്റ് ഹോത്താ ജാ രഹാ ഥ. ഊപ്പർ സെ എന്ന് പറഞ്ഞാൽ അതിലുപരിയായിട്ട്, ഇത് കൂടാതെ, ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് കൂടാതെ തന്നെ ഫ്ലൈറ്റ് വീണ്ടും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മേരെ പാസ് ടർക്കി കാ വീസ ബി നഹി ഥ. എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ടർക്കിയിലെ വിസയും ഇല്ല. കി കഹി ബാഹർ ജാക്കർ ഘൂം ഹി ആവും. അതായത് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ടർക്കിയിലെ ഏതെങ്കിലും സ്ഥലം പോയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വിസയും ഇല്ല എന്നാണ് പറയുന്നത്. ഘൂംനാന്ന് വെച്ചാൽ കറങ്ങുക, അപ്പോൾ കറങ്ങാൻ പോകാനും പറ്റില്ല വിസ ഇല്ലാത്തതുകൊണ്ട്. മുझे 24 घंटे ഗുസാർനെ ഥേ. ഗുസാർന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവഴിക്കുക. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ എന്താണ് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫോൺ കി ബാറ്ററി ഖത്തം ഹോ ഗയി ഥി. ഫോണിലെ ബാറ്ററി കഴിഞ്ഞു. ഉസ് पर इंटरनेट भी काम नहीं कर रहा था कि घर पर आई बाबा को बता दूं कि मैं यहाँ इस एयरपोर्ट में बैठी हूँ. അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഇൻ്റർനെറ്റും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം അമ്മേനെയും അച്ഛനും, ആയി ബാബ എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും, അപ്പോൾ അമ്മേനെയും അച്ഛനും വിളിച്ചിട്ട് ഞാൻ ഈ എയർപോർട്ടിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് ഫോണിലും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. मैंने वहीं आस पास की दुकानों पर वाईफाई के बारे में
തഫ്തീഷ് കി, ഞാൻ അവിടെ ആസ്പാസ് എന്ന് വെച്ചാൽ അവിടെ അടുത്തും പരിസരത്തൊക്കെയുള്ള ദുക്കാൻ എന്ന് പറഞ്ഞാൽ കടകൾ, ഷോപ്സിലൊക്കെ ചെന്നിട്ട് വൈഫൈനെ കുറിച്ച്, അതായത് വൈഫൈ ഉണ്ടോ എന്നുള്ളത് തിരക്കി. തഫ്തീഷ് കി എന്ന് പറഞ്ഞാൽ തലാഷ് കർണ, അതായത് അന്വേഷിക്കുക, അവിടെ പോയിട്ട് ചോദിച്ചു വൈഫൈ എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളത്. മഗർ കോയി രാസ്ത ന നിക്ല, പക്ഷെ വേറെ വഴിയൊന്നും കണ്ടില്ല. അബ് വിമാൻ കെ ആനെ കാ ഇന്തസാർ കർനെ കെ അലാവ മേരെ പാസ് കോയി ചാര നഹീ ഥ. കോയി ചാര നഹീ ഥ എന്ന് വെച്ചാൽ വേറെ വഴിയൊന്നുമില്ല, അതായത് ഇനി വിമാനത്തിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് ഉള്ളതല്ലാതെ എൻ്റെ പക്കൽ വേറെ മാർഗമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അലാവ എന്ന് വെച്ചാൽ ഒഴിച്ച് അല്ലെങ്കിൽ കൂടാതെ എന്നുള്ള അർത്ഥത്തിലാണ്. ഇന്തിസാർ കർണ എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്ത ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യാന്നല്ലാണ്ട് എൻ്റെ കയ്യിൽ എന്താണ്, എൻ്റെ ഭാഗത്ത് വേറെ വഴിയൊന്നുമില്ല. ഇസി സമയം मैंने पानी पीने के लिए बोतल की तरफ हाथ बढ़ाया तो पाया कि बोतल में पानी नहीं था. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് എന്താണ് ബോത്തൽ കി തരഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോട്ടിലിന് നേരെ ഹാത്ത് ബടായ കൈ നീട്ടിയപ്പോൾ തോ പായ അപ്പോഴാണ് മനസ്സിലായത് എന്താണ് कि बोतल में पानी नहीं था. ആ വാട്ടർ ബോട്ടിലിൽ വെള്ളമില്ല എന്ന് അപ്പോഴാണ് മനസ്സിലായത്, വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ. 4-5 ദുക്കാനോ കെ ബീച്ച് एक छोटा कैफे दिखाई दिया. അങ്ങനെ ഒരു 4-5 കടകളുടെ ഇടയിലായിട്ട് ഒരു ചെറിയൊരു കാഫെ കാണപ്പെട്ടു. ദിഖായി ദിയ എന്ന് വെച്ചാൽ കാണപ്പെട്ടു. मैंने वहाँ से पानी की एक बोतल उठा ली. അപ്പോൾ അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു വാട്ടർ ബോട്ടിൽ അവിടുന്ന് എടുത്തു. ഉഠാലി എന്ന് പറയുമ്പോൾ എടുത്തു, ബോത്തൽ എന്ന് പറഞ്ഞാൽ ബോട്ടിൽ. पैसे देने के लिए काउंटर के पास गई तो पता चला कि मेरा कार्ड नहीं चलेगा. അങ്ങനെ പൈസ കൊടുക്കാനായിട്ട് കൗണ്ടറിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കാർഡ് അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. अच्छा हुआ कि मैंने तब तक बोतल खोली नहीं थी. അപ്പോൾ നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കുന്നതിനേക്കാളും മുൻപ് ആ ബോട്ടിൽ ഓപ്പൺ ചെയ്തിരുന്നില്ല എന്നാണ് പറയുന്നത്. मैंने उसे दूसरा कार्ड पेश किया. അപ്പോൾ കൗണ്ടറിൽ രണ്ടാമതൊരു കാർഡും കൂടെയും കൊടുത്തു. വ ബി നെഹി ചല, അതും എന്താണ് വർക്ക് ചെയ്യുന്നില്ല, അത് ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓർഡർ കൊടുക്കുന്ന കാർഡ് വെച്ചിട്ട് ഈ ബോട്ടിലിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മേരെ പാസ് തോ ഉത്തന ക്യാഷ് ബി നഹി ഥ. എൻ്റെ പക്കലാണെന്നുണ്ടെങ്കിൽ അത്രയും പൈസയും ഇല്ലായിരുന്നു, അതായത് കയ്യിൽ ക്യാഷായിട്ട് ഇല്ലായിരുന്നു. मैंने सोचा चलो पानी नहीं पीते. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഇനിയിപ്പോൾ വെള്ളം കുടിക്കണ്ട എന്ന്. मैंने बोतल वापस दुकान पर रखी और यह सोचते सोचते वापस चलने लगी कि मैंने यात्रा के लिए यही दिन क्यों चुना. അപ്പോൾ വാപ്പിസ് റഖ്ന എന്ന് പറഞ്ഞാൽ തിരിച്ചു വെക്കുക. അപ്പം ഞാൻ ആ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് എന്താണ് കടയിൽ തിരിച്ചു വെച്ചു. എന്നിട്ട് സോച്ചത്തെ ആലോചിച്ചുകൊണ്ട് വാപ്പിസ് ചലനെ ലഗി, അതായത് തിരിച്ചു നടക്കാനായിട്ട് തുടങ്ങി. कि मैंने यात्रा के लिए, ഞാൻ യാത്രയ്ക്കായിട്ട് യഹി ദിൻ ക്യൂ ചുന, ഇതേ ദിവസം തന്നെ ചുന്ന എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക, തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് കിട്ടിയുള്ളൂ യാത്ര ചെയ്യാൻ എന്നുള്ള രീതിയിൽ എന്താണ് റൈറ്റർ ചിന്തിക്കാനായിട്ട് തുടങ്ങി. मैं एक जगह बैठ गई, ഞാൻ ഒരു സ്ഥലത്ത് പോയി ഇരുന്നു. സോച്തി രഹി ഓർ യഹാ വഹാ ദേഖ്തി രഹി, ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. इतने में मुझे लगा जैसे मेरे कंधे पर किसी ने हाथ रखा. അപ്പോൾ ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നി എൻ്റെ കന്ധ എന്ന് വെച്ചാൽ എൻ്റെ ഷോൾഡർ, അപ്പോൾ എൻ്റെ തോളിൽ ആരോ കൈ വെച്ചതുപോലെ എനിക്ക് തോന്നി. मैंने मुड़ के देखा, ഞാൻ തിരിഞ്ഞു നോക്കി. മുടിന എന്ന് വെച്ചാൽ തിരിയുക. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കി. मेरे पीछे एक लड़की खड़ी थी. എൻ്റെ പിന്നിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ബേഹദ് സുന്ദർ, വളരെ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാണ്. ഓവർകോട്ട് പെഹനെ, ഓവർകോട്ട് ധരിച്ചിട്ടുണ്ട്. ഉസ്കാ ചെഹ്റ ഭർ ഖുലാ ഥ, അതായത് ആ പെൺകുട്ടിയുടെ മുഖം എന്നെ വിടർന്ന ഒരു മുഖമായിരുന്നു, പ്ലസൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. വ എക് സഫേദ് ബുർക്ക പെഹനെ ഥി, അപ്പോൾ ആ പെൺകുട്ടി എന്താണ് ധരിച്ചിരുന്നത്, ഒരു സഫേദ് ബുർക്ക, അതായത് വൈറ്റ് ബുർക്കയാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. വ ശാന്തി, വളരെ ശാന്തയായിരുന്നു. ഓർ ഉസ്കി ആഖോ മേ ഏക് ഹസി ഥി, അതുപോലെ തന്നെ വളരെ ശാന്ത സ്വഭാവമുണ്ട്. അത് മാത്രമല്ല ആ പെൺകുട്ടിയുടെ ആഖോമേ, കണ്ണുകളിൽ ഒരു ഹസി, അതായത് ഒരു ചിരി, ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇസ് ഹസി പർ ഏക് ക്ഷൺ കെ ലിയെ മൈ സബ് ഭൂൽ ഗയി, അപ്പം ഈ ഒരു പുഞ്ചിരിച്ച കണ്ണുകൾ, പുഞ്ചിരിച്ച മുഖം എന്നല്ല പറയുന്നത്, പുഞ്ചിരിച്ച കണ്ണുകളിലോട്ട് നോക്കിയപ്പോൾ ഒരു നിമിഷത്തേക്ക് ഞാൻ എല്ലാം മറന്നുപോയി എന്നാണ് പറയുന്നത്. ഉസ്നെ അപ്നി പാനി കി ബോത്തൽ മേരി തരഫ് ബഡായി, അപ്പോൾ ആ പെൺകുട്ടി അവളുടെ കയ്യിലുള്ള വാട്ടർ ബോട്ടിൽ എൻ്റെ നേരെ നീട്ടി. മേരി തരഫ് ബഡായി എന്ന് പറയുമ്പോൾ എൻ്റെ നേരെ നീട്ടി എന്നാണ്. ടേക്ക് ഇറ്റ്, ഇറ്റ്സ് ഫോർ യു, ഉസ്നെ കഹ. ടേക്ക് ഇറ്റ്, ഇറ്റ്സ് ഫോർ യു എന്ന് എന്താണ് ആ പെൺകുട്ടി പറഞ്ഞു.
മുझെ സൂജ നഹി കി ക്യാ ബോലൂ. മുझे സൂജ നഹി എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ വന്നില്ല, എനിക്ക് ഒന്നും മനസ്സിലായില്ല ഞാനിപ്പോൾ എന്ത് പറയും എന്ന്. कि मैं क्या बोलूँ, എന്താണ് പറയേണ്ടത് എന്ന് എൻ്റെ മനസ്സിൽ വന്നില്ല. मैं सिर्फ हंसकर थैंक यू बोली. ഞാൻ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. സിർഫ് എന്ന് പറയുമ്പോൾ അത്ര മാത്രം, അപ്പോൾ ഞാൻ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. എന്നിട്ട് താങ്ക് യു എന്ന് പറഞ്ഞു. പാനി കാ ഏക് ഘൂട്ട് ലിയ, എന്നിട്ട് ഒരു കവിള് വെള്ളം കുടിച്ചു. പാനി കെ ഉസ് ഘൂട്ട് ने और उसकी हंसी ने या दोनों ने मिलकर मुझे एक मीठे एहसास से भर दिया था. അപ്പോൾ ഏക് ഘൂട്ട് പാനി എന്ന് പറഞ്ഞാൽ ഒരു കവിള് വെള്ളം എന്നാണ്. അങ്ങനെ എന്താണ്, ഒരു കവിള് വെള്ളം കുടിച്ചല്ലോ, പിന്നെ ആ വെള്ളം കുടിച്ചതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ചിരിയായിരിക്കാം, അല്ലെങ്കിൽ രണ്ടും കാരണമായിരിക്കാം. എനിക്ക് ഒരു മീഠെ എഹസാസ് സെ ബർദിയ എന്ന് പറഞ്ഞാൽ എന്നെ ഒരു സ്വീറ്റ്നെസ് നിറച്ചു എൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ വെള്ളം കുടിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ചിരി കണ്ടത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ രണ്ടും കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഫീലിംഗ് കിട്ടിയത് എന്നാണ് പറയുന്നത്. മീഠ എന്ന് വെച്ചാൽ സ്വീറ്റ് ആയിട്ടുള്ള, എഹസാസ് എന്ന് വെച്ചാൽ ഫീലിംഗ്. ഓക്കെ. मैं उसी के साथ जाकर बैठ गई. അപ്പം ഞാൻ എന്താണ് അവളോടൊപ്പം തന്നെ ചെന്ന് ഇരുന്നു, അവിടെ പോയിരുന്നു. ആ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉസ്കെ ബാജു മേ എക് ഛോട്ടാ ബച്ചാ ഥാ. ബാജു മേ എന്ന് വെച്ചാൽ അടുത്തായിട്ട്, സൈഡിലായിട്ട്. അപ്പോൾ ഈ പെൺകുട്ടിയോടൊപ്പം തന്നെ സൈഡിലായിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഉസ്കി ആഖേ കലിയോ കി തര ഉഭരി ഹുയി ഥി. അപ്പോൾ ആ കുട്ടിയുടെ കണ്ണ് എന്ന് പറയുന്നത് കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട്, പൂമൊട്ടില്ലേ, മുട്ട് പോലെയാണ് കാണപ്പെട്ടിരുന്നത്. ഉഭർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക എന്നാണ്. അപ്പം ആ കുട്ടിയുടെ കണ്ണ് കാണുമ്പോൾ എന്തുപോലെ തോന്നിയിരുന്നത്, ഒരു പൂമൊട്ട് പോലെയാണ് തോന്നിയിരുന്നത്. ഉസ്നെ ബി ഏക് ഓവർകോട്ട് പെഹനാ ഥാ. ആ കുട്ടിയും ഒരു ഓവർകോട്ട് ധരിച്ചിരുന്നു. ഉസ്കി ആഖേ അൻവരത് ഇധർ ഉധർ ദേഖ്തി ഡോൽ രഹി ഥി. അൻവരത് എന്ന് വെച്ചാൽ നിരന്തരമായിട്ട്. അപ്പോൾ ആ കുട്ടിയുടെ കണ്ണുകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇധർ ഉധർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, കൃഷ്ണമണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതായിട്ട്, എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അത്രയാണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. मैंने यूं ही पूछा कि आप कहाँ जा रही है. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ചോദിച്ചു, യൂं ही पूछा എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ചോദിച്ചു, എന്താണ് आप कहाँ जा रही है, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. വ ബോലി, അവർ പറഞ്ഞു, സിറിയ जा रही हूँ, സിറിയയിലേക്ക് പോവുകയാണ് എന്ന്. अपने മാതാ പിതാ के पास, എൻ്റെ പാരൻസിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്, മാതാപിതാക്കളുടെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു. इस जगह का नाम सुनते ही मेरे माथे पर बल पड़ गए. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്, സുൻതേഹി എന്ന് പറഞ്ഞ പേര് കേട്ടപ്പോഴേ, മേരെ മാഥേ പർ, എൻ്റെ നെറ്റിയിൽ, മാഥ എന്ന് വെച്ചാൽ നെറ്റി, ഫോർഹെഡ്, पर बल पड़ गए. ബൽ പടണമെന്ന് വെച്ചാൽ ചുളിവുകൾ വീഴുക. അപ്പോൾ സിറിയ എന്ന് കേട്ടപ്പോഴേ എൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു എന്നാണ് പറയുന്നത്. ആൻഡ് യുദ്ധ കെ സമയ യ വഹാ ക്യോ ജാ രഹി ഹെ, അതായത് യുദ്ധം നടക്കുന്ന സമയത്ത് ഇവരെന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മനസ്സിൽ വന്നത്. ക്യാ കോയി ऐसा जाता है, ആരെങ്കിലും ഇതേപോലെ ഇങ്ങനെ പോവോ യുദ്ധം നടക്കുന്ന സമയത്ത്. ഷായദ് യ സവാൽ മേരെ ചെഹരെ പർ ഝലക് ഉഠാ ഥാ. അപ്പം ഈ റൈറ്ററിൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് വരികയാണ്. ഇപ്പോൾ സിറിയയിലോട്ട് എന്തിനാണ് ഇങ്ങനെ പോകുന്നത്, ആരെങ്കിലും യുദ്ധം നടക്കുന്ന സമയത്ത് അങ്ങനെ പോവോ എന്നൊക്കെ ഉള്ളത്. അത് ഈ റൈറ്ററിൻ്റെ മുഖത്ത് ഝലക് ഉഠാ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടതുപോലെ തോന്നുന്നു. അതായത് ഷായദ് യ സവാൽ മേരെ ചെഹരെ പർ എന്നാണ് പറയുന്നത്. ഈ ഒരു ചോദ്യചിഹ്നം അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം എൻ്റെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. വ ബോലി, അപ്പം ഈ ഓഥറിൻ്റെ മുഖഭാവം കണ്ടിട്ട് ആ സ്ത്രീ തിരിച്ച് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്താണ്, കി മാ കി തബിയത്ത് ഠീക് നഹി ഹെ, എൻ്റെ അമ്മയുടെ ഹെൽത്ത് ഓക്കെ അല്ല. തബിയത്ത് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് എന്നാണ്. മേ ജാഊംഗി തോ കുച്ച് മദദ് ഹോ ജായേഗി, ഞാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവും അവർക്ക്. മദദ് എന്ന് വെച്ചാൽ ഹെൽപ്പ്, സഹായം. മേ ജോ ബി സോച്ച് രഹി ഥി വ ജാൻതി ചലി ജാ രഹി ഥി. അപ്പോൾ ഓദർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓദർ എന്തൊക്കെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് അതൊക്കെ ഈ സ്ത്രീ മനസ്സിലാക്കുന്നത് പോലെയായിരുന്നു. എല്ലാം മനസ്സിലാക്കിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മേരെ ബിനാ കുച്ച് പൂച്ചേ വ ബത്താ രഹി ഥി തോ സോച്ച ഓർ ബാത് കരു. അപ്പോൾ മേരെ ബിനാ പൂച്ചേ എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാതെ തന്നെ,
വ ബതാ രഹി ഥി, ആ സ്ത്രീ എല്ലാം പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തോ സോച്ച, ഞാൻ ചിന്തിച്ചു, ഓർ ബാത് കറും, വീണ്ടും കൂടുതൽ സംസാരിക്കാം എന്ന്. ഉസ്കെ ആജു ബാജു കെ ഷെഹറോ മേ യുദ്ധ കാ ഷോർ ഥ. അപ്പം അതിൻ്റെ അടുത്തുള്ള, അതായത് ഈ സ്ത്രീ പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തൊക്കെയുള്ള ഷെഹർ, അവിടെയുള്ള പട്ടണങ്ങളിലൊക്കെ യുദ്ധത്തിൻ്റെ ഷോർ എന്ന് പറഞ്ഞ ബഹളം ഉണ്ടായിരുന്നു. ഉസ്കി മാ കാ ഷെഹർ യൂ തോ സുരക്ഷിത് ഥ. അപ്പോൾ ഈ സ്ത്രീയുടെ അമ്മ താമസിക്കുന്ന ആ ഒരു പട്ടണം എന്ന് പറയുന്നത് സുരക്ഷിതമായിരുന്നു, അവിടെ യുദ്ധമില്ല. ശാന്ത, എന്താ ശാന്തമായിരുന്നു. പർ വഹാ ബി ഡോക്ടർ കെ പാസ് ജാന മുഷ്കിൽ കാം ഥ. പക്ഷേ അവിടെയും ഡോക്ടറുടെ അടുത്ത് പോവാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. വഹാ കെ ലോഗ് ഏക് ഡർ കെ സായെ മേ ജീ രഹേ ഥേ. അപ്പം അവിടെയുള്ള ആളുകൾ ഒരു പേടിയുടെ നിഴലിലാണ് താമസിച്ചു കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. ഡർ എന്ന് വെച്ചാൽ പേടി, സായ എന്ന് വെച്ചാൽ നിഴൽ. ജാനെ കഹാ കബ് ക്യാ ഹോ ജായേഗ കൽപ്പന നഹി കർ സക്തേ ഥേ. അതായത് എപ്പോൾ, കഹാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ, കബ് എന്ന് പറഞ്ഞാൽ എപ്പോ, ക്യാ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് സങ്കല്പിക്കാനായിട്ട് കഴിയില്ലായിരുന്നു. അതായത് അവർക്ക് ഇവിടെ ഇപ്പോൾ സേഫ് ആണെന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും അവിടെ യുദ്ധം നടക്കാം. അതാണ്, എപ്പോൾ എന്ത് സംഭവിക്കും, എവിടെ എന്ത് സംഭവിക്കും എന്ന് അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കൽപ്പന കർണ എന്ന് വെച്ചാൽ ഇമാജിൻ ചെയ്യുക അല്ലെങ്കിൽ സങ്കല്പിക്കുക എന്നുള്ളതാണ്. അപ്പന ഘർ ബാർ ഛോഡ്കർ ബാഹർ ജാന തോ ഓർ മുഷ്കിൽ ഥ. തങ്ങളുടെ വീടും കാര്യങ്ങളൊക്കെ ഛോഡ്കർ വിട്ടിട്ട് പുറത്തു പോകുക എന്ന് പറയുന്നത് അതിലും മുഷ്കിലായിട്ടുള്ള കാര്യമാണ്, അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മഗർ ഉസ്നെ फिर भी तय किया कि वह माँ पिता के पास जाएगी. പക്ഷെ എന്നിട്ടും ഈ സ്ത്രീ തീരുമാനിച്ചു, എന്താണ്, ഞാൻ എൻ്റെ പേരൻസിൻ്റെ അടുത്തേക്ക് പോകും എന്ന്. വിമാൻ തോ ഛോഡോ ടാക്സി യാ ബസ് കി യാത്ര ഭി സുരക്ഷിത് നഹി ബച്ചി ഥി. അപ്പോൾ വിമാനത്തിൻ്റെ കാര്യം വിടൂ, ടാക്സിയിലായാലും ബസ്സിൽ വരെ പോകുന്ന യാത്ര സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് പറയുന്നത്. एक अजनबी के सामने वह यह सब बोल रही थी. അജ്നബി എന്ന് വെച്ചാൽ ഒരു സ്ട്രേഞ്ചർ, ഒരു അപരിചിത. അപ്പം ഒരു പരിചയമില്ലാത്ത ഒരാളുടെ മുന്നിലാണ് ആ സ്ത്രീ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. മേ ഇസെ സമജ്നെ കി കോഷിഷ് കർ രഹി ഥി. ഞാനിത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. और मुझे यह सुनकर अच्छा ही लग रहा था. അപ്പം എനിക്കിത് കേട്ടപ്പോൾ നല്ലതായിട്ടാണ് തോന്നിയത്, അതായത് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ. ഉസ്കി മുഷ്കിലോ കെ ആകെ മേരെ വിമാൻ കെ ലേറ്റ് ഹോനെ വാലി സമസ്യ ചീട്ടി കെ ബരാബർ ലഗ്നെ ലഗി ഥി. അപ്പം എന്തുകൊണ്ടാണ് ഇത് കേട്ടപ്പോൾ ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ യുദ്ധം നടക്കണതല്ല നല്ല കാര്യം എന്ന് പറയുന്നത്. ഈ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ റൈറ്ററിൻ്റെ പ്രശ്നങ്ങൾ, ഉസ്കി മുഷ്കിലോ കെ ആകെ, ആ സ്ത്രീയുടെ പ്രശ്നങ്ങളുടെ മുന്നിൽ, ആകെ എന്ന് പറഞ്ഞാൽ മുന്നിൽ, മേരെ വിമാൻ കെ ലേറ്റ് ഹോനെ വാലി സമസ്യ, എൻ്റെ ഫ്ലൈറ്റ് ലേറ്റായി എന്നുള്ള പ്രശ്നം, ചീട്ടി കെ ബരാബർ ലഗ്നെ ലഗി, ഒരു ഉറുമ്പിൻ്റെ അത്ര വലിപ്പമേ ഉള്ളൂ. ബരാബർ എന്ന് വെച്ചാൽ സമം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് മുന്നിൽ ഓഥറിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു ഉറുമ്പിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ, അത്രയും ചെറുതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് ആ സ്ത്രീയുടെ സംസാരത്തിൽ നിന്ന് ഈ ഒരു റൈറ്ററിന് ഒരു റിലീഫ് കിട്ടിയത്. മുझे तो सिर्फ 24 घंटे देर से आने वाली फ्लाइट की चिंता थी. എനിക്കാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ ലേറ്റായിട്ട് വരാൻ പോകുന്ന ആ ഫ്ലൈറ്റിനെ കുറിച്ചിട്ടുള്ള ചിന്തയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് ഞാൻ വറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. और जब मुंबई पहुंचूंगी तो एक टैक्सी वहाँ मेरा इंतज़ार कर रही होगी. ഞാൻ മുംബൈയിൽ എത്തുമ്പോൾ അവിടെ ഒരു ടാക്സി എന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരിക്കും. ബാബ ഘർ പർ ഹി മേരെ ഇന്തസാർ മേ റുക്നെ വാലേ ഥേ. അപ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മാനെ ഘർ പർ ഗരം ഗരം പോഹ തയ്യാർ കർ രഖാ ഹോഗ. അമ്മയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഗരം ഗരം എന്ന് വെച്ചാൽ ചൂടോടെയുള്ള പോഹ, അവല്, പോഹ എന്ന് പറഞ്ഞാൽ അവലാണ്, അവല് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഈ ഓഥറിന് ഇവിടെ ഫ്ലൈറ്റ് ലേറ്റ് ആവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. മുംബൈയിൽ ഫ്ലൈറ്റിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് വീട്ടിലോട്ട് പോകാനുള്ള ടാക്സി റെഡിയാണ്, വീട്ടിൽ അച്ഛൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും, അമ്മ ഫുഡൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. മേരാ സവാൽ 24 घंटे का था पर उसका. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, സവാൽ എന്ന് പറഞ്ഞ ചോദ്യം എന്നാണ്, 24 घंटे का था 24 മണിക്കൂറിൻ്റെതാണ്, പർ ഉസ്ക പക്ഷെ ആ സ്ത്രീയുടെയോ എന്നുള്ളൊരു ചിന്തയാണ് ഓഥറിൻ്റെ മനസ്സിൽ വരുന്നത്. ഊപ്പർ സെ ഉസ്കെ സാത്ത് എക് ഛോട്ടാ സാ ബച്ച ഹെ. അതുകൂടാതെ ഈ ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു.
വ യുദ്ധ കെ മുഹ് മേ ജാ രഹി ഹെ, അതായത് യുദ്ധമുഖത്തേക്കാണ് ഈ സ്ത്രീ പോകുന്നത്. യുദ്ധ കെ മുഹ് മേ എന്ന് പറഞ്ഞാൽ യുദ്ധമുഖത്തേക്കാണ് പോകുന്നത്. യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് അറിഞ്ഞുകൊണ്ട് പോവുകയാണല്ലോ. അപ്പനെ മാ പിതാക്ക ഖ്യാൽ റഖ്നെ, തൻ്റെ മാതാപിതാക്കളെ പരിപാലിക്കാനായിട്ട്, അവരെ ശുശ്രൂഷിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഖ്യാൽ റഖ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ നോക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. इन सब के बावजूद वह इतनी शांत थी कि मेरा कार्ड ना चला तो उसने मुझे पानी पेश किया. ഇൻ സബ് കെ ബാവജൂദ് എന്ന് വെച്ചാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അല്ലെങ്കിൽ ചുറ്റും ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും വ ഇത്തിനി ശാന്തി, അവള് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ഇത്രയും ശാന്തമായിട്ടാണ് ഇരുന്നിരുന്നത്. കി മേരാ കാർഡ് ന ചല തോ ഉസ്നെ മുझे പാനി പേഷ് കിയ, എൻ്റെ കാർഡ് വർക്ക് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് വെള്ളം തന്നു എന്നുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയും ആ ഒരു സ്ത്രീക്ക് ഉണ്ട് എന്നാണ് അവിടെ കാണിക്കുന്നത്. കുച്ച് ദിനോ ബാദ് ഉസി ഷെഹർ കി യുദ്ധ കി ഖബറെ ആനെ ലഗി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ പട്ടണത്തിൽ, അതായത് ഈ സ്ത്രീ പരാമർശിച്ച പേരുള്ള ആ ഒരു പട്ടണം ഉണ്ടല്ലോ, അവിടെ യുദ്ധം നടക്കുന്നതായിട്ടുള്ള ഖബറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്തകൾ ആനെ ലഗി, വരാനായിട്ട് തുടങ്ങി. ഗിർത്തെ ഘർ ഓർ ജൽത്തി ഇമാരത്തോ കി ഫോട്ടോ ആനെ ലഗി. അതായത് ഗിർത്തെ ഘർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തകർന്ന് വീണുകൊണ്ടിരിക്കുന്ന വീടുകൾ. ജൽത്തി ഇമാരത്തെ, ഇമാരത്ത് എന്ന് വെച്ചാൽ ബിൽഡിംഗ് എന്നാണ്. ജൽത്തി എന്ന് പറഞ്ഞാൽ കത്തിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ തീ പിടിച്ചിട്ടുള്ള കത്തിക്കൊണ്ടിരിക്കുന്ന എന്താണ് ഇമാരത്ത്, ബിൽഡിങ്ങുകൾ. ഇതിൻ്റെയൊക്കെ ഫോട്ടോ ആനയിലകി, ഫോട്ടോസ് വരാനായിട്ട് തുടങ്ങി. യാനി അബ് ഉസ്കാ ഷെഹർ ബി സുരക്ഷിത് നെഹി രഹ ഗയാ ഥ, അതായത് ഇപ്പോഴും ആ സ്ത്രീ പറഞ്ഞ ആ ഒരു പട്ടണം, അവരുടെ ആ ഒരു നാട് അല്ലെങ്കിൽ അവരുടെ ആ പട്ടണം പോലും ഇപ്പോൾ സുരക്ഷിതമല്ല എന്നാണ് പറയുന്നത്. മേരി ആഖോ മേ ഉസ്കെ ഛോട്ടെ സെ ബച്ചെ കി ആഖേ ജൂൽ ഗയി. എൻ്റെ കണ്ണിലാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ആ ചെറിയ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയുടെ കണ്ണുകൾ ഇങ്ങനെ മിന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ അത് പ്രത്യക്ഷപ്പെടുന്നത് പോലെ ഇങ്ങനെ തോന്നി. ജൂലിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആടുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്, ആ കുട്ടിയുടെ കണ്ണുകൾ ഓർമ്മ വന്നു എന്നുള്ളതാണ്. മാനെ സോച്ച ऐसे कितने ही बच्चे वहाँ होंगे और कितनी ही ബേട്ടിയാ ഹോങ്കി. അങ്ങനെ ഞാൻ ആലോചിച്ചു, അവിടെ എത്രയോ കുട്ടികൾ ഉണ്ടായിരിക്കും, അവിടെ എത്രയോ പെൺമക്കൾ ഉണ്ടായിരിക്കും. ബേട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, പെൺമക്കൾ ഉണ്ടായിരിക്കും. അപ്പനെ മാ പിതാക്ക ഖ്യാൽ റഖ്നെ, തങ്ങളുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കാനായിട്ട്, അവരെ ശുശ്രൂഷിക്കാനായിട്ട്. ഓർ കിത്തനെ ഹി ഹോങ്കെ ജോ ചാഹക്കർ നെഹി ജാ പായെ ഹോങ്കെ, അതുപോലെ തന്നെ എത്രയോ ആളുകൾ ഉണ്ടായിരിക്കും. ജോ ചാഹക്കർ, ചാഹന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കുക, നെഹി ജാ പായെ ഹോങ്കെ പോകാൻ കഴിയാത്തതായിട്ട്, അതായത് എത്രയോ ആളുകൾ ഉണ്ടായിരിക്കും അവർക്ക് അവിടേക്ക് പോകണമെന്ന്, അവരുടെ പേരൻസിനെ നോക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടും പോകാൻ കഴിയാത്തവർ. ഓർ കിത്തനെ പൊഹച്ച് ഹിന പായെ ഹോങ്കി, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അവിടെ പൊഹച്ചന എന്ന് വെച്ചാൽ എന്താണ്, എത്തുക, അവിടെ എത്താനായിട്ട് കഴിഞ്ഞിട്ട് പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ എത്രയോ പേരുണ്ടായിരിക്കും എന്ന്. मैंने युद्ध को पहली बार इतने करीब से जाना था. ഞാൻ യുദ്ധത്തെ ആദ്യമായിട്ടാണ് ഇത്തിനെ കരീബ് സെ എന്ന് വെച്ചാൽ ഇത്രയും അടുത്തു നിന്ന്, ജാനാഥ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത്. യൂ तो युद्ध की हर कहानी ही बेचैन करने वाली होती है मगर इस कहानी ने तो मेरे मन में ही घर कर लिया था. അതായത് യുദ്ധത്തിൻ്റെ കഥകൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ബേച്ചേനാക്കുന്ന, എന്ന് വെച്ചാൽ ഡിസ്റ്റർബ്ഡ് ആക്കുന്ന അത്തരം കഥകൾ തന്നെയാണ്. മഗർ, മഗർ എന്ന് പറഞ്ഞാൽ പക്ഷേ, ഇസ് കഹാനീനെ, ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് തോ മേരെ മൻ മേ ഹി ഘർ കർ ലിയാ ഥ, അതായത് ഇതെൻ്റെ മനസ്സിനെ വല്ലാതെ ടച്ച് ചെയ്ത ഒരു സ്റ്റോറിയാണ് എന്നുള്ളതാണ്. എന്നെന്നും എൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു തരം സ്റ്റോറിയാണ് എന്നാണ് റൈറ്റർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ മൻ മേ ഹി ഘർ കർന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഹൃദയസ്പർശിയായിട്ടുള്ള എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഓഥറിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഓഥറിൻ്റെ പേരെന്താണ്, मैत्रेयी कुलकर्णी എന്നാണ്. मैत्रेयी कुलकर्णी का जन्म 2 दिसंबर 1988 को पूना में हुआ. അതായത് मैत्रेयी कुलकर्णी 2 दिसंबर 1988 പൂനെയിലാണ് ജനിച്ചത്. വേ അമേരിക്ക കെ ഏക് വിശ്വവിദ്യാലയ മേ പ്രൊഫസർ ഹെ. വിശ്വവിദ്യാലയം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി. അപ്പം അവർ എന്താണ്, അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഉൻഹെ ഗണിത് ഓർ യാത്ര ബഹുത് പസന്ദ് ഹെ. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗണിത്, മാത്തമാറ്റിക്സും അതുപോലെ തന്നെ യാത്രയുമാണ്.
उनको अमेरिका के विश्वविद्यालय से डॉक्टरी उपाधि प्राप्त हुई है. അതായത് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്. ഡോക്ടറി ഉപാധി എന്ന് പറഞ്ഞാൽ ഡോക്ടറേറ്റ് PhD ഉണ്ട്. इस दौरान दुनिया में घूमने और विभिन्न संस्कृति वाले लोगों को समझने का अवसर मिला. അപ്പോൾ ഈ PhD കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്, दुनिया में घूमने और विभिन्न संस्कृति वाले लोगों को समझने का अवसर मिला. അതായത് ദോറാൻ എന്ന് പറഞ്ഞാൽ ഈ കാലയളവിൽ നിന്നാണ്, ഈ സമയത്ത്. അപ്പോൾ ഡ്യൂറിങ് ദിസ് പീരിയഡ് എന്നൊക്കെ പറയില്ല നമ്മൾ ഇംഗ്ലീഷിൽ, ആ ഒരു അർത്ഥം തന്നെയാണ് ദോറാൻ എന്ന് പറയുന്നത്, ഡ്യൂറിങ് എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ PhD ചെയ്യുകയും പുറത്ത് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ദുനിയാമേ ലോകത്തിൽ ഘൂംനെ ഓർ വിഭിന്ന സംസ്കൃതി വാലേ ലോകോക്കോ, അതായത് ഘൂംന എന്ന് വെച്ചാൽ കറങ്ങുക, അപ്പോൾ ചുറ്റിക്കറങ്ങാനും കാണാനും അതുപോലെ തന്നെ പല പല സംസ്കൃതി എന്ന് പറഞ്ഞാൽ പല പല കൾച്ചറുള്ള ആളുകളെ മീറ്റ് ചെയ്യാനും ഉनको समझने का अवसर मिला, അതായത് അവരെ മനസ്സിലാക്കാനും, സമജ്ന എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അതിനുള്ള അവസരം കിട്ടിയെന്നാണ് പറയുന്നത്. उन्होंने अपनी रचनाओं में इन बातों को शामिल किया है. ഷാമിൽ കർണ എന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ചെയ്യുക, ഉൾപ്പെടുത്തുക. അപ്പോൾ തൻ്റെ രചനകളിൽ ഇങ്ങനെ ലോകം മുഴുവൻ ചുറ്റിക്കാണുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ രചനകളിൽ. ഈ എക്സ്പീരിയൻസസ്, യാത്ര ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.